उत्तर प्रदेश की राज्यपाल श्रीमती आनंदीबेन पटेल जी, केंद्रीय मंत्रिमंडल के मेरे सहयोगी, उत्तर प्रदेश गवर्नर श्रीमती आनंदीबेन पटेल जी, കേന്ദ്ര മന്ത്രിസഭയിലെ എൻ്റെ സഹപ്രവർത്തകനും ലക്നൌവിൽ നിന്നുള്ള എംപിയും ഞങ്ങളുടെ മുതിർന്ന സഹപ്രവർത്തകനുമായ ശ്രീ രാജ്നാഥ് സിംഗ് ജി, ശ്രീ ഹർദീപ് സിംഗ് പുരി ജി, മഹേന്ദ്രനാഥ് പാണ്ഡെ ജി, ജനപ്രിയ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജി, ഉപമുഖ്യമന്ത്രി ശ്രീ കേശവ് പ്രസാദ് മൗര്യ ജി, കേന്ദ്ര മന്ത്രിസഭയിലെ എൻ്റെ സഹപ്രവർത്തകൻ ശ്രീ ദിനേശ് ശർമ്മ ജി, ശ്രീ കൗശൽ കിഷോർ ജി, സംസ്ഥാന സർക്കാർ മന്ത്രിമാർ, എം പിമാർ, MLA മാർ, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാ ബഹുമാനപ്പെട്ട മന്ത്രിമാർ, മറ്റെല്ലാ പ്രമുഖരും, ഉത്തർപ്രദേശിൽ നിന്നുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ ലക്നൌവിലേക്ക് വരുമ്പോൾ അവധ് മേഖലയുടെ ചരിത്രം, മലിഹാബാദി, ദുഷേരിയെ പോലെയുള്ള മധുരമായ ഭാഷാഭേദം, ഭക്ഷണശീലങ്ങൾ, നൈപുണ്യമുള്ള ജോലി, കല, വാസ്തുവിദ്യ എല്ലാം പ്രകടമായി തന്നെ ശ്രദ്ധ ആകർഷിക്കുന്നു. രാജ്യമെമ്പാടുമുള്ള വിദഗ്ധർ ഒന്നുചേർന്ന് പുതിയ നഗര ഇന്ത്യയെക്കുറിച്ച്, ഇന്ത്യയിലെ നഗരങ്ങളുടെ പുതിയ മുഖച്ഛായയായ ലക്നൌവിൽ 3 ദിവസത്തേക്ക് ചിന്തിക്കാൻ പോകുന്നു എന്ന ആശയം എനിക്കിഷ്ടപ്പെട്ടു. സ്വാതന്ത്ര്യത്തിൻ്റെ ഈ അമൃതോത്സവത്തിൽ 75 വർഷത്തെ നേട്ടങ്ങളും രാജ്യത്തിൻ്റെ പുതിയ സങ്കല്പങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഒരു പ്രതിരോധ പ്രദർശനം സംഘടിപ്പിച്ചപ്പോൾ ലക്നൌവിൽ നിന്ന് മാത്രമല്ല, ഉത്തർപ്രദേശ് ആകെ നിന്നും ആളുകൾ അത് സന്ദർശിക്കാൻ വന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഇത്തവണയും ഈ പ്രദർശനം കാണാൻ ഞാൻ ഇവിടെയുള്ള പൗരന്മാരോട് അഭ്യർത്ഥിക്കുന്നു. ഇന്ത്യയുടെ ശക്തിയെ പ്രദർശിപ്പിക്കുകയും ഞങ്ങളുടെ വിശ്വാസത്തെ ഉണർത്തുകയും ചെയ്യുന്ന ഈ പ്രദർശനം നിങ്ങൾ കാണണം. ഇന്ന് UPയിലെ നഗരങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ട 75 പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയോ അവയുടെ ശിലാസ്ഥാപനം നടത്തുകയോ ചെയ്തു. ഇന്ന് 75,000 ഗുണഭോക്താക്കൾക്ക് UPയിലെ 75 ജില്ലകളിലെ അവരുടെ വീടുകൾക്ക് താക്കോൽ ലഭിച്ചു. ഈ സുഹൃത്തുക്കളെല്ലാം ഈ വർഷം അവരുടെ പുതിയ വീടുകളിൽ ദസറ, ദീപാവലി, ഛത്ത്, ഗുരുപുരബ്, ഈദ് മിലാദ് തുടങ്ങി നിരവധി ഉത്സവങ്ങൾ ആഘോഷിക്കും. ഇവിടെ കുറച്ച് ആളുകളുമായി സംസാരിച്ചതിന് ശേഷം എനിക്ക് വളരെയധികം സംതൃപ്തി ലഭിച്ചു. കൂടാതെ ഉച്ചഭക്ഷണത്തിനുള്ള ക്ഷണവും ലഭിച്ചു. രാജ്യത്ത് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നൽകുന്ന വീടുകളിൽ 80% വരുന്നവയുടെയും ഉടമസ്ഥാവകാശം സ്ത്രീകളുടേതാണ്. അല്ലെങ്കിൽ അവർ സഹ ഉടമകളാണെന്നതിൽ ഞാൻ സന്തുഷ്ടനാണ്. UP സർക്കാരും വനിതാ ഭവനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നല്ല തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകൾക്ക് 10 ലക്ഷം രൂപ വരെയുള്ള വീടുകളുടെ രജിസ്ട്രേഷനിൽ 2% സ്റ്റാമ്പ് ഡ്യൂട്ടി ഇളവും നൽകുന്നു. ഇത് വളരെ അഭിനന്ദനീയമായ തീരുമാനങ്ങളാണ്. സ്ത്രീകളുടെ പേരിലുള്ള സ്വത്തിൻ്റെ ഉടമസ്ഥതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നില്ല. ഞാൻ നിങ്ങളെ ഒരു ലോകത്തേക്ക് ക്ഷണിക്കട്ടെ. അപ്പോൾ മാത്രമേ ഈ തീരുമാനത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകൂ. ഏതെങ്കിലും കുടുംബത്തെ ചുറ്റും നോക്കുക. അത് ശരിയോ തെറ്റോ എന്ന് ഞാൻ പറയുന്നില്ല. ഞാനൊരു പരിപ്രേക്ഷ്യം മാത്രമാണ് പറയുന്നത്. ഒരു വീടുണ്ടെങ്കിൽ അത് ഭർത്താവിൻ്റെ പേരിലാണ്. ഒരു വയലുണ്ടെങ്കിൽ അത് ഭർത്താവിൻ്റെ പേരിലാണ്. ഒരു കാറുണ്ടെങ്കിൽ അത് ഭർത്താവിൻ്റെ പേരിലാണ്. ഒരു സ്കൂട്ടർ ഉണ്ടെങ്കിൽ അത് ഭർത്താവിൻ്റെ പേരിലാണ്.
ഒരു കടയുണ്ടെങ്കിൽ അത് ഭർത്താവിൻ്റെ പേരിലാണ്. ഭർത്താവില്ലെങ്കിൽ അത് അയാളുടെ മകന് കൈമാറും. പക്ഷേ അമ്മയുടെ പേരിൽ ഒന്നുമില്ല. ആരോഗ്യകരമായ ഒരു സമൂഹത്തിനായി സന്തുലിതാവസ്ഥ കൈവരിക്കാൻ ചില നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട്. അതിനാൽ സർക്കാർ നൽകുന്ന വീടുകളുടെ ഉടമസ്ഥാവകാശം സ്ത്രീകൾക്ക് ലഭിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. खेत है तो पति के नाम पर, गाड़ी है तो पति के नाम पर, स्कूटर है तो पति के नाम पर, दुकान है तो पति के नाम पर, और अगर पति नहीं रहा तो बेटे के नाम पर, लेकिन उस मां के नाम पर कुछ नहीं होता है, उस महिला के नाम कुछ भी नहीं होता है. एक स्वस्थ समाज के लिए संतुलन बनाने के लिए कुछ कदम उठाने पड़ते हैं, और इसलिए हमने तय किया है कि सरकार जो आवास देगी उसका मालिकाना हक महिला को दिया जाए. साथियों, आज लखनऊ के लिए സുഹൃത്തുക്കളെ, ലക്നൌവിന് മറ്റൊരു സന്തോഷ അവസരമുണ്ട്. രാഷ്ട്രത്തിനായി സ്വയം സമർപ്പിച്ച അടൽജിയെ ഭാരതാംബയ്ക്കായി സംഭാവന ചെയ്തത് ലക്നൌവാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ബാബാ സാഹിബ് ഭീംറാവു അംബേദ്കർ സർവകലാശാലയിൽ അടൽ ബിഹാരി വാജ്പേയി ചെയർ ഇന്ന് സ്ഥാപിക്കപ്പെടുന്നു. ഈ ചെയർ അടൽജിയുടെ കാഴ്ചപ്പാടും പ്രവർത്തനങ്ങളും ലോകനിർമ്മാണത്തിലും രാഷ്ട്രനിർമ്മാണത്തിലെ അദ്ദേഹത്തിൻ്റെ സംഭാവനയും കൂടുതൽ പഠിക്കപ്പെടും എന്ന് എനിക്കുറപ്പുണ്ട്. ഇന്ത്യയുടെ 75 വർഷത്തെ വിദേശ നയത്തിന് നിരവധി വഴിത്തിരിവുകളുണ്ടായിരുന്നു. എന്നാൽ അടൽജി അതിന് ഒരു പുതിയ ദിശ നൽകി. രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും കണക്ടിവിറ്റിക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളാണ് ഇന്നത്തെ ഇന്ത്യയുടെ ശക്തമായ അടിത്തറ. അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഒരു വശത്ത് പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജനയും മറുവശത്ത് ഗോൾഡൻ ക്വാഡ്രാങ്കിൾ, വടക്ക് കിഴക്ക്, കിഴക്ക് പടിഞ്ഞാറ്, വടക്ക് തെക്ക്, കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴികൾ, അതായത് എല്ലാ ദിശകളിലുമുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും വികസന ശ്രമങ്ങളും. दोनों तरफ एक साथ दृष्टि और दोनों तरफ विकास का प्रयास. സുഹൃത്തുക്കളെ, വർഷങ്ങൾക്ക് മുൻപ് ദേശീയ പാതകളിലൂടെ രാജ്യത്തെ മെട്രോപൊളിറ്റൻ നഗരങ്ങളെ ബന്ധിപ്പിക്കണമെന്ന ആശയം അടൽജി അവതരിപ്പിച്ചപ്പോൾ ചിലർ അത് വിശ്വസിച്ചില്ല. കൂടാതെ 6-7 വർഷങ്ങൾക്ക് മുൻപ് കോടിക്കണക്കിന് പാവപ്പെട്ടവർക്കുള്ള അടച്ചുറപ്പുള്ള വീടുകൾ, കോടിക്കണക്കിന് ടോയ്ലറ്റുകൾ, അതിവേഗമോടുന്ന ട്രെയിനുകൾ, നഗരങ്ങളിലെ പൈപ്പ്, ഗ്യാസ്, ഒപ്റ്റിക്കൽ ഫൈബർ തുടങ്ങി കൂറ്റൻ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികളെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ പോലും ആളുകൾക്ക് സംശയമുണ്ടായിരുന്നു. എന്നാൽ ഈ യജ്ഞത്തിലെ ഇന്ത്യയുടെ വിജയം ലോകം ഉറ്റുനോക്കുകയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം ഇന്ത്യ ഇന്ന് നിർമ്മിക്കുന്ന അടച്ചുറപ്പുള്ള വീടുകളുടെ എണ്ണം ലോകത്തിലെ പല രാജ്യങ്ങളിലെയും മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതലാണ്. വീടിൻ്റെ അനുമതി ലഭിക്കാൻ വർഷങ്ങളെടുക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. സർക്കാർ പദ്ധതികൾക്ക് കീഴിൽ വീടുകളുടെ ഗുണനിലവാരത്തെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ചെറിയ വീടുകൾ, മോശം നിർമ്മാണ സാമഗ്രികൾ, അലോട്ട്മെൻറ്റിലെ കൃത്രിമം എന്നിവ എൻ്റെ പാവപ്പെട്ട സഹോദരങ്ങളുടെ വിധിയായിരുന്നു. 2014 രാജ്യത്തെ സേവിക്കാൻ എനിക്ക് അവസരം നൽകി. എന്നെ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിലേക്ക് കൊണ്ടുവന്നതിന് ഞാൻ ഉത്തർപ്രദേശിനോട് പ്രത്യേകം നന്ദിയുള്ളവനാണ്. നിങ്ങൾ ഞങ്ങൾക്ക് ഉത്തരവാദിത്വം നൽകിയപ്പോൾ ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ ഞങ്ങൾ ആത്മാർത്ഥമായി ശ്രമിച്ചു. मैं उत्तर प्रदेश का विशेष रूप से आभारी हूं कि आपने मुझे देश की संसद में पहुंचाया.
और जब आपने हमें दायित्व दिया तो हमने अपना दायित्व निभाने की ईमानदार कोशिश की है। साथियों, 2014 से पहले जो सरकार थी, സുഹൃത്തുക്കളെ, 2014 മുൻപ് 13 ലക്ഷം വീടുകൾ മാത്രമാണ് നഗര ഭവന പദ്ധതികൾക്ക് കീഴിൽ സർക്കാർ അനുവദിച്ചത്. കണക്കോർക്കുന്നുണ്ടോ? കഴിഞ്ഞ സർക്കാർ 13 ലക്ഷം വീടുകൾ അനുവദിക്കുകയും 8 ലക്ഷം വീടുകൾ മാത്രമാണ് നിർമ്മിക്കുകയും ചെയ്തത്. 2014 മുതൽ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ നഗരങ്ങളിൽ 1.13 കോടിയിലധികം വീടുകൾ നിർമ്മിക്കാൻ ഞങ്ങളുടെ സർക്കാർ അംഗീകാരം നൽകി. 1,13,00,000 से ज्यादा घरों के निर्माण की मंजूरी दी. कहां 13 लाख और कहां 1,13,00,000. 13 ലക്ഷത്തിൻ്റെയും 1.13 കോടിയുടെയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ഓർത്തു നോക്കൂ. ഇതിൽ 50 ലക്ഷത്തിലധികം വീടുകൾ നിർമ്മിച്ച് ഇതിനകം പാവപ്പെട്ടവർക്ക് കൈമാറി കഴിഞ്ഞു. साथियों, ईंट पत्थर जोड़कर इमारत तो बन सकती है, लेकिन उससे घर नहीं कर. സുഹൃത്തുക്കളെ, ഇഷ്ടികയും കല്ലും ഉപയോഗിച്ച് ഒരു കെട്ടിടം നിർമ്മിക്കാമെങ്കിലും അതിനെ ഒരു വീട് എന്ന് വിളിക്കാനാവില്ല. എന്നാൽ ആ കെട്ടിടം ഒരു കുടുംബമായി മാറുന്നു. കുടുംബത്തിലെ ഓരോ അംഗത്തിൻ്റെയും സ്വപ്നം അതിനോട് ചേരുമ്പോൾ വീടെന്ന സ്വത്തുമുണ്ട്. കുടുംബാംഗങ്ങൾ ഒരു ലക്ഷ്യത്തിനായി പൂർണ്ണ ഹൃദയത്തോടെ പ്രവർത്തിക്കുന്നു. साथियों, हमने घरों के डिजाइन से लेकर घरों के निर्माण तक की पूरी आजादी लाभार्थियों को सौंप दी. उनको मर्जी पड़े वैसा मकान बनाए. സുഹൃത്തുക്കളെ, വീടിൻ്റെ രൂപകൽപ്പന മുതൽ നിർമ്മാണം വരെ ഗുണഭോക്താക്കൾക്ക് ഞങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. അവർക്ക് ഇഷ്ടാനുസരണം അവരുടെ വീടുകൾ നിർമ്മിക്കാൻ കഴിയും. ഡൽഹിയിലെ എയർ കണ്ടീഷൻ ചെയ്ത മുറികളിൽ നിന്ന് ജനൽ ഇവിടെയാണോ അതോ അവിടെയാണോ എന്ന് തീരുമാനിക്കാൻ കഴിയില്ല. 2014 മുൻപ് സർക്കാർ പദ്ധതികൾക്ക് കീഴിലുള്ള വീടുകളുടെ വലുപ്പത്തെക്കുറിച്ച് വ്യക്തമായ നയം ഉണ്ടായിരുന്നില്ല. ചില വീടുകൾ 15 ചതുരശ്ര മീറ്റർ ഭൂമിയിലാണ് നിർമ്മിച്ചത്. മറ്റു ചിലത് 17 ചതുരശ്ര മീറ്റർ ഭൂമിയിലാണ്. ആ ചെറിയ വീടുകളിൽ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. 2014 ശേഷം വീടുകളുടെ വലിപ്പം സംബന്ധിച്ച് ഞങ്ങളുടെ സർക്കാർ സമഗ്രമായ ഒരു നയമുണ്ടാക്കി. 22 ചതുരശ്ര മീറ്ററിൽ കുറവുള്ള ഒരു വീടും നിർമ്മിക്കില്ലെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. വീടിൻ്റെ വലിപ്പം കൂട്ടുന്നതിനോടൊപ്പം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഞങ്ങൾ നേരിട്ട് പണം അയക്കാൻ തുടങ്ങി. പാവപ്പെട്ടവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വീടുകൾ നിർമ്മിക്കുന്നതിനായി അയച്ച തുകയെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൂ. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ പ്രകാരം കേന്ദ്ര സർക്കാർ ഏകദേശം 1 ലക്ഷം കോടി രൂപ പാവപ്പെട്ടവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ആശ്ചര്യപ്പെടും. साथियों, हमारे यहाँ कुछ महानुभाव कहते रहते हैं कि मोदी ने, हमने प्रधानमंत्री तो बना दिया, मोदी ने किया क्या? आज पहली बार मैं ऐसी बात बताना चाहता हूं जिसके बाद बड़े बड़े विरोधी जो दिन रात हमारा विरोध करने में ही अपनी ऊर्जा खपाते हैं. സുഹൃത്തുക്കളെ, നമ്മൾ മോദിയെ പ്രധാനമന്ത്രിയാക്കി, എന്നാൽ അദ്ദേഹം എന്ത് ചെയ്തു എന്നൊക്കെ പറയുന്ന ചില മാന്യന്മാർ നമ്മുടെ രാജ്യത്തുണ്ട്. ഇന്ന് ഞാൻ ആദ്യമായി നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ചില പ്രധാന എതിരാളികൾ രാവും പകലും ഊർജം ചെലവഴിച്ച് നമ്മളെ എതിർക്കുന്നു. കൂടുതൽ ആക്രമണാത്മകമാകും.
അതെനിക്കറിയാം. പക്ഷേ ഞാൻ ഇപ്പോഴും നിങ്ങളോടത് പറയണമെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ കുടുംബാംഗങ്ങളും ചേരികളിൽ താമസിക്കുന്നവരും ഒരു നല്ല മേൽക്കൂരയില്ലാത്തവരുമായ 3 കോടി കുടുംബങ്ങൾക്ക് ഒരൊറ്റ പദ്ധതിയിലൂടെ ലക്ഷാധിപതിയാകാൻ അവസരം ലഭിച്ചു. ഏകദേശം 25-30 കോടി കുടുംബങ്ങളുള്ള ഇവിടെ 3 കോടി പാവപ്പെട്ട കുടുംബങ്ങൾ ഇത്രയും കുറഞ്ഞ കാലയളവിൽ ലക്ഷാധിപതികളായി. ഇത് അതിൽ തന്നെ വളരെ പ്രധാനമാണ്. ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, എങ്ങനെയാണ് മോദിക്ക് ഇത്തരം പ്രചണ്ഡമായ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ കഴിയുക എന്ന്. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നിർമ്മിച്ച ഏകദേശം 3 കോടി വീടുകളുടെ വില നിങ്ങൾ ഊഹിക്കുക. ഈ ആളുകൾ ഇപ്പോൾ ലക്ഷാധിപതികളാണ്. പാവപ്പെട്ട കുടുംബങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം ഞങ്ങൾ 3 കോടി പക്കാ വീടുകൾ നിർമ്മിച്ചുകൊണ്ട് പൂർത്തീകരിച്ചു. साथियों, मुझे वो दिन भी याद आते हैं जब तमाम प्रयासों के बावजूद उत्तर प्रदेश घरों के निर्माण में आगे नहीं बढ़ रहा था. സുഹൃത്തുക്കളെ, എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടും ഉത്തർപ്രദേശിൽ വീടുകളുടെ നിർമ്മാണത്തിൽ പുരോഗതിയില്ലാത്ത ദിവസങ്ങൾ ഞാൻ ഓർക്കുന്നു. ഞാനിന്ന് ലക്നൌവിലായതിനാൽ ഞാൻ നിങ്ങളോട് വിശദമായി പറയണമെന്ന് കരുതുന്നു. നിങ്ങൾ കേൾക്കാൻ തയ്യാറാണോ? നമ്മുടെ നഗര ആസൂത്രണം എങ്ങനെയാണ് രാഷ്ട്രീയത്തിൻ്റെ ഇരയാകുന്നതെന്ന് യുപിയിലെ ജനങ്ങൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. साथियों, गरीबों के लिए घर बनाने का पैसा केंद्र सरकार दे रही थी. बावजूद इसके 2017 से पहले, योगी जी के आने से पहले की बात कर रहा हूं. സുഹൃത്തുക്കളെ, പാവപ്പെട്ടവർക്ക് വീട് പണിയാൻ കേന്ദ്ര സർക്കാർ പണം നൽകുകയായിരുന്നു. 2017 യോഗി അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഉത്തർപ്രദേശിലെ മുൻ സർക്കാർ പാവപ്പെട്ടവർക്ക് വീട് പണിയുന്നതിൽ താൽപ്പര്യം കാണിച്ചിരുന്നില്ല. പാവപ്പെട്ടവർക്ക് വീട് പണിയാൻ മുമ്പ് ഇവിടെ സർക്കാരിൽ ഉണ്ടായിരുന്നവരോട് ഞങ്ങൾ അപേക്ഷിക്കേണ്ടിയിരുന്നു. 2017 മുൻപ് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 18,000 വീടുകൾ യുപിയിൽ അനുവദിച്ചു. എന്നാൽ ഇവിടെ ഉണ്ടായിരുന്ന സർക്കാർ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം പാവപ്പെട്ടവർക്ക് 18 വീടുകൾ പോലും നിർമ്മിച്ചില്ല. 18,000 വീടുകൾ അംഗീകരിക്കപ്പെട്ടിട്ടും 18 വീടുകൾ പോലും പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചിട്ടില്ല എന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാനാകുമോ? എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഇക്കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. പണമുണ്ടായിരുന്നു, വീടുകൾക്ക് അംഗീകാരമുണ്ടായിരുന്നു. പക്ഷേ യുപി ഭരിക്കുന്നവർ അതിൽ നിരന്തരം തടസ്സങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു. പാവപ്പെട്ടവർ ഉൾപ്പെടെ യുപിയിലെ ജനങ്ങൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ഒരിക്കലും മറക്കാനാവില്ല. साथियों, मुझे संतुष्टि है कि योगी जी की सरकार आने के बाद यूपी में शहरी गरीबों को 9 लाख घर बनाकर दिए गए हैं. സുഹൃത്തുക്കളെ, യോഗിയുടെ സർക്കാർ രൂപീകരിച്ചതിന് ശേഷം യുപിയിലെ നഗര ദരിദ്രർക്ക് 9 ലക്ഷം വീടുകൾ നൽകിയതിൽ ഞാൻ വളരെയേറെ സംതൃപ്തനാണ്. ഇപ്പോൾ നഗരങ്ങളിൽ താമസിക്കുന്ന നമ്മുടെ പാവപ്പെട്ട സഹോദരീ സഹോദരന്മാർക്കായി 14 ലക്ഷം വീടുകൾ യുപിയിൽ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ്. വൈദ്യുതി, വെള്ളം, ഗ്യാസ്, ടോയ്ലറ്റ് തുടങ്ങിയ സൗകര്യങ്ങളും വീട്ടിൽ ലഭ്യമാക്കിയിരിക്കുന്നതിനാൽ ഗൃഹപ്രവേശന ചടങ്ങ് സന്തോഷത്തോടെയും ഉന്മേഷത്തോടെയും നടത്തുന്നു. ഇപ്പോൾ ഞാൻ ഉത്തർപ്രദേശിലെത്തിയതിനാൽ നിങ്ങൾക്ക് കുറച്ച് ഗൃഹപാഠം നൽകാൻ എനിക്ക് തോന്നുന്നു. ഞാനത് ചെയ്തോട്ടെ? നിങ്ങളത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിത് പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്.
ഞാൻ യോഗിജിയോട് ചോദിച്ചിട്ടുമുണ്ട്. അയോധ്യയിൽ ദീപാവലി ദിനത്തിൽ 7.5 ലക്ഷം വിളക്കുകൾ കത്തിക്കുന്ന ഒരു പരിപാടി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ പ്രകാശത്തിൻ്റെ മത്സരത്തിൽ മുന്നോട്ട് വരാൻ ഞാൻ ഉത്തർപ്രദേശിനോട് അഭ്യർത്ഥിക്കുന്നു. ആരാണ് കൂടുതൽ വിളക്കുകൾ കത്തിക്കുന്നത്? ഈ 9 ലക്ഷം വീടുകളോ അയോധ്യയോ? അത് സാധ്യമാക്കാൻ കഴിയുമോ? കഴിഞ്ഞ 7 വർഷത്തിനിടെ വീട് ലഭിച്ച ഈ 9 ലക്ഷം കുടുംബങ്ങൾ അവരുടെ വീടിന് പുറത്ത് 2 വിളക്കുകൾ വീതം കത്തിക്കണം. അയോധ്യയിൽ 7.5 ലക്ഷം വിളക്കുകളും എൻ്റെ പാവപ്പെട്ട കുടുംബങ്ങളുടെ വീടുകളിൽ 18 ലക്ഷം വിളക്കുകളും കത്തിക്കും. ശ്രീരാമൻ ഉറപ്പായും പ്രസാദിക്കും. 7.5 लाख दिए जलेंगे. मेरे गरीब परिवारों के घर में 18 लाख दिए जलेंगे. भगवान राम जी को खुशी होगी. സഹോദരീ സഹോദരന്മാരെ, കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി നമ്മുടെ നഗരങ്ങളിൽ നിരവധി വലിയ കെട്ടിടങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഈ കെട്ടിടങ്ങൾ പണിയാൻ അധ്വാനിക്കുന്നവർക്ക് ചേരികൾ മാത്രം. കുടിവെള്ളം, ടോയ്ലറ്റ് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭ്യമല്ലാത്തതാണ് ചേരികളുടെ അവസ്ഥ. ചേരികളിൽ താമസിക്കുന്ന നമ്മുടെ സഹോദരീ സഹോദരന്മാർക്ക് ഒരു വലിയ സഹായമാണ് പക്കാ വീടുകളുടെ നിർമ്മാണം. ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് ജോലിക്കായി കുടിയേറുന്ന തൊഴിലാളികൾക്ക് ന്യായമായ വാടകയ്ക്ക് മെച്ചപ്പെട്ട താമസ സൗകര്യം ലഭിക്കുന്നതിന് സർക്കാർ ഒരു പദ്ധതി ആരംഭിച്ചു. काम के लिए आने वाले श्रमिकों को उचित किराए पर बेहतर रिहाइश मिले, इसके लिए सरकार ने योजना शुरू की है. साथियों, शहरी मिडिल क्लास की परेशानियां और चुनौतियों को भी दूर करने का हमारी सरकार ने बहुत गंभीर प्रयास किया. സുഹൃത്തുക്കളെ, നഗരത്തിലെ മധ്യവർഗത്തിൻ്റെ പ്രശ്നങ്ങളും വെല്ലുവിളികളും മറികടക്കാൻ ഞങ്ങളുടെ സർക്കാർ വളരെ ഗൗരവതരമായ ശ്രമം നടത്തിയിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി, അതായത് RERA, അത്തരമൊരു വലിയ നടപടിയായിരുന്നു. ഈ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ വീട് വാങ്ങുന്നവർക്ക് സംയോജിതമായി നീതി ലഭിക്കുന്നു. നഗരങ്ങളിലെ പൂർത്തിയാക്കാത്ത വീടുകൾ പൂർത്തിയാക്കാൻ ആയിരക്കണക്കിന് കോടി രൂപയുടെ പ്രത്യേക ഫണ്ടും ഞങ്ങൾ നീക്കിവച്ചിട്ടുണ്ട്. ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് അവരുടെ വീടുകളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഇടത്തരക്കാരെ പ്രാപ്തരാക്കാൻ ലക്ഷക്കണക്കിന് രൂപയും നൽകുന്നു. കുറഞ്ഞ പലിശ നിരക്കും അവരെ സഹായിക്കുന്നു. അടുത്തിടെ മോഡൽ ടെനൻസി നിയമവും സംസ്ഥാനങ്ങൾക്ക് കൈമാറി. UP സർക്കാർ ഇത് ഉടനടി നടപ്പാക്കിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ നിയമം ഉപയോഗിച്ച് ഭൂ ഉടമയുടെയും വാടകക്കാരൻ്റെയും കാലങ്ങളായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു. ഇത് ഒരു വീട് വാടകയ്ക്കെടുക്കുന്നത് എളുപ്പമാക്കുകയും വാടക പ്രോപ്പർട്ടി മാർക്കറ്റിന് ഒരു ഉത്തേജനം നൽകുകയും കൂടുതൽ നിക്ഷേപവും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുകയും ചെയ്യും. है कि UP सरकार ने तुरंत ही उसे लागू भी कर दिया है. इस कानून ने मकान मालिक और किराएदार दोनों की बरसों पुरानी दिक्कतें दूर हो रही है. इससे किराए का मकान मिलने में आसानी भी होगी और रेंटल प्रॉपर्टी के बाजार को बल मिलेगा. अधिक निवेश और रोजगार के अवसर बनेंगे. സഹോദരീ സഹോദരന്മാരെ, കൊറോണ കാലഘട്ടത്തിൽ വീട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നതിനെക്കുറിച്ചുള്ള പുതിയ നിയമങ്ങൾ കാരണം നഗര മധ്യവർഗത്തിൻ്റെ ജീവിതം എളുപ്പമായി. വിദൂര ജോലിയുടെ എളുപ്പമാണ് കൊറോണ കാലഘട്ടത്തിലെ ഇടത്തരം സഹപ്രവർത്തകർക്ക് വലിയ ആശ്വാസം. സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ 2014 മുൻപ് നമ്മുടെ നഗരങ്ങളുടെ ശുചിത്വത്തെക്കുറിച്ച് മോശമായ വിവരണങ്ങൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടായിരുന്നു. നഗരജീവിതത്തിൻ്റെ സ്വഭാവമായി ഈ മാലിന്യം അംഗീകരിക്കപ്പെട്ടു. ശുചിത്വത്തോടുള്ള അനാസ്ഥ നഗരങ്ങളുടെ സൗന്ദര്യത്തെയും ടൂറിസത്തെയും ബാധിക്കുക മാത്രമല്ല, ജനങ്ങളുടെ ആരോഗ്യത്തെ അപകടപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ സ്ഥിതി മാറ്റാൻ സ്വച്ഛ് ഭാരത് മിഷൻ്റെയും അമൃത് മിഷൻ്റെയും കീഴിൽ രാജ്യം വലിയ പ്രചാരണം നടത്തുന്നു. വർഷങ്ങളായി നഗരങ്ങളിൽ 60 ലക്ഷത്തിലധികം സ്വകാര്യ ടോയ്ലറ്റുകളും 6 ലക്ഷത്തിലധികം കമ്മ്യൂണിറ്റി ടോയ്ലറ്റുകളും നിർമ്മിച്ചിട്ടുണ്ട്. 7 വർഷം മുൻപ് വരെ 18% മാലിന്യങ്ങൾ മാത്രമേ സംസ്കരിക്കാൻ കഴിയുമായിരുന്നുള്ളൂ.
അത് ഇന്ന് 70% വർദ്ധിച്ചു. ഇവിടെ യു പിയിലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി മാലിന്യ സംസ്കരണത്തിൻ്റെ ഒരു വലിയ ശേഷി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇന്നത്തെ എക്സിബിഷനിൽ അത്തരം നിരവധി കാര്യങ്ങൾ കാണാനായത് വളരെ ആശ്വാസകരമായിരിക്കുന്നു. ഇപ്പോൾ സ്വച്ഛ് ഭാരത് അഭിയാൻ 2.0 പ്രകാരം നഗരങ്ങളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള ഒരു യത്നവും ആരംഭിച്ചു. സുഹൃത്തുക്കളെ, നഗരങ്ങളുടെ പ്രതാപം വർദ്ധിപ്പിക്കുന്നതിൽ LED ലൈറ്റുകൾ മറ്റൊരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു യജ്ഞത്തിൻ്റെ കീഴിൽ രാജ്യത്തെ 90 ലക്ഷത്തിലധികം പഴയ തെരുവ് വിളക്കുകൾ LED ഉപയോഗിച്ച് സർക്കാർ മാറ്റിയിട്ടുണ്ട്. LED തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്നതിലൂടെ നഗരസ്ഥാപനങ്ങൾ ഓരോ വർഷവും ഏകദേശം 1000 കോടി രൂപ ലാഭിക്കുന്നു. ഈ നഗരസ്ഥാപനങ്ങൾക്ക് ഈ തുക മറ്റ് വികസന പ്രവർത്തനങ്ങളിൽ നിക്ഷേപിക്കാനും കഴിയും. നഗരങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ വൈദ്യുതി ബില്ലും LED ഗണ്യമായി കുറച്ചു. മുൻപ് 300 രൂപയിലധികം വിലയുണ്ടായിരുന്ന LED ബൾബ് ഉജാല പദ്ധതി പ്രകാരം സർക്കാർ 50-60 രൂപയ്ക്ക് നൽകിയിട്ടുണ്ട്. ഏകദേശം 37 കോടി LED ബൾബുകൾ ഈ പദ്ധതിയിൽ വിതരണം ചെയ്തിട്ടുണ്ട്. തത്ഫലമായി ദരിദ്രരുടെയും ഇടത്തരക്കാരുടെയും ഏകദേശം 24,000 കോടി രൂപ വൈദ്യുതി ബില്ലിൽ ലാഭിക്കാൻ കഴിഞ്ഞു. LED ने शहर में रहने वाले लोगों का बिजली बिल भी बहुत कम किया है. जो LED बल्ब पहले 300 रुपये से भी महंगा आता था, वो सरकार ने उजाला योजना के तहत 50-60 रुपये में बना दिया है. इस योजना के माध्यम से करीब 37 करोड़ LED बल्ब बांटे गए हैं. इस वजह से गरीब और मध्यम वर्ग का करीब 24,000 करोड़ रुपए बिजली बिल में बचत हुई है. സുഹൃത്തുക്കളെ, 21-ാം നൂറ്റാണ്ടിൽ നഗരങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം സാങ്കേതിക വിദ്യയുടെ പരമാവധി ഉപയോഗമാണ്. നഗരങ്ങളുടെ വികസനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങളും നഗര ആസൂത്രകരും അവരുടെ സമീപനത്തിൽ സാങ്കേതിക വിദ്യയ്ക്ക് മുൻഗണന നൽകണം. उन्हें अपनी अप्रोच में सर्वोच्च प्राथमिकता टेक्नोलॉजी को देनी होगी. സുഹൃത്തുക്കളെ, ഞങ്ങൾ ഗുജറാത്തിലെ ഒരു ചെറിയ പ്രദേശത്താണ് താമസിച്ചിരുന്നത്. ലക്നൌവിനെക്കുറിച്ച് പരാമർശം ഉണ്ടാകുമ്പോഴെല്ലാം ആളുകൾ പറയും, അവർ ലക്നൌവിൽ പോകുമ്പോഴെല്ലാം പെഹ്ലെ ആപ്പ് എന്ന് കേൾക്കാമെന്ന്. ഞാൻ തമാശയായി പറയുകയാണെങ്കിലും സാങ്കേതിക വിദ്യയോടും നമ്മൾക്ക് പെഹ്ലെ ആപ്പ് എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ 6-7 വർഷത്തിനിടയിൽ ഇന്ത്യയിലെ നഗരമേഖലയിലെ വലിയ മാറ്റം സാധ്യമായത് സാങ്കേതിക വിദ്യ കൊണ്ടാണ്. ഇന്ന് രാജ്യത്തെ 70-ലധികം നഗരങ്ങളിൽ പ്രവർത്തിക്കുന്ന സംയോജിത കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻ്ററുകളുടെ അടിസ്ഥാനം സാങ്കേതിക വിദ്യയാണ്. രാജ്യമെമ്പാടുമുള്ള നഗരങ്ങളിലെ CCTV ക്യാമറകളുടെ വിശാലമായ ശൃംഖലയ്ക്ക് ശക്തി പകരുന്നത് ഈ സാങ്കേതിക വിദ്യയാണ്. രാജ്യത്തെ 75 നഗരങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള 30,000-ലധികം ആധുനിക CCTV ക്യാമറകൾ കാരണം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് കുറ്റവാളികൾ 100 തവണ ചിന്തിക്കേണ്ടതുണ്ട്. കുറ്റവാളികളെ ശിക്ഷിക്കാൻ ഈ CCTVകൾ വളരെയധികം സഹായിക്കുന്നു. CCTV कैमरे लगे हैं, उनकी वजह से गुनहगारों को 100 बार सोचना पड़ता है. ये CCTV अपराधियों को सजा दिलाने में भी काफी मदद कर रहे हैं. साथियों, आज भारत के शहरों में സുഹൃത്തുക്കളെ, ഇന്ത്യയിലെ നഗരങ്ങളിൽ 3 ദിവസവും ആയിരക്കണക്കിന് ടൺ മാലിന്യം സംസ്കരിക്കുകയും തുടർന്ന് റോഡുകളുടെ നിർമ്മാണത്തിൽ വരെ ഉപയോഗിക്കുകയും ചെയ്യുന്നത് സാങ്കേതിക വിദ്യ മൂലമാണ്. ഈ എക്സിബിഷനിൽ നിരവധി വേസ്റ്റ് ടു വെൽത്ത് പ്രോജക്റ്റുകൾ കാണാനിടയായി. ഈ പരീക്ഷണങ്ങൾ വളരെ പ്രചോദനകരമാണ്. देखे हैं, हर किसी को प्रेरणा देने वाले प्रयोग हैं, बड़ा बारीकी से देखने जैसा है. साथियों, आज देश भर में जो सीवेज ट्रीटमेंट प्लांट बनाए जा रहे हैं, आधुनिक टेक्नोलॉजी उनकी क्षमता और बढ़ा रही है. സുഹൃത്തുക്കളെ, ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യ രാജ്യത്തുടനീളം നിർമ്മിക്കുന്ന മലിനജല ശുദ്ധീകരണ പ്ലാന്റുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നു.
നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ് സാങ്കേതികവിദ്യയുടെ മറ്റൊരു സമ്മാനമാണ്. ഈ പരിപാടിയിൽ 75 ഇലക്ട്രിക് ബസ്സുകൾ ഫ്ലാഗ് ഓഫ് ചെയ്തു. അത് ആധുനിക സാങ്കേതിക വിദ്യയുടെ പ്രതിഫലനം കൂടിയാണ്. साथियों, मैंने अभी लाइट हाउस प्रोजेक्ट के तहत लखनऊ में बन रहे घरों को देखा. इन घरों में जो टेक्नोलॉजी इस्तेमाल हो रही. സുഹൃത്തുക്കളെ, ലൈറ്റ് ഹൗസ് പദ്ധതിയിൽ ലക്നൌവിൽ ഒരു വീട് നിർമ്മിക്കുന്നത് ഞാൻ കണ്ടു. ഈ വീടുകളിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്ക് പ്ലാസ്റ്ററും പെയിൻറ്റും ആവശ്യമില്ല. നേരത്തെ തയ്യാറാക്കിയ മതിലുകൾ ഈ വീടുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ഇത് വീടുകളുടെ നിർമ്മാണം വേഗത്തിലാക്കും. രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ലക്നൌവിലെത്തിയ എല്ലാ ആളുകളും ഈ പദ്ധതിയിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പഠിക്കുകയും അവരുടെ നഗരങ്ങളിലും നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുഹൃത്തുക്കളെ, സാങ്കേതികവിദ്യ പാവപ്പെട്ടവരുടെ ജീവിതം എങ്ങനെ മാറ്റുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് പ്രധാനമന്ത്രി സ്വനിധി യോജന. ലക്നൗ പോലുള്ള പല നഗരങ്ങളിലും വ്യത്യസ്ത തരം കമ്പോളങ്ങളുടെ പാരമ്പര്യം ഉണ്ടായിരുന്നു. നമ്മുടെ വഴിയോര കച്ചവടക്കാർ പ്രതിവാര വിപണികളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. ഈ സഹോദരീ സഹോദരന്മാർക്ക് സാങ്കേതികവിദ്യ ഒരു അനുഗ്രഹമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രി സ്വനിധി യോജന പ്രകാരം തെരുവ് കച്ചവടക്കാരെ ബാങ്കുകളുമായി ബന്ധിപ്പിക്കുന്നു. ഈ പദ്ധതി പ്രകാരം 25 ലക്ഷത്തിലധികം സുഹൃത്തുക്കൾക്ക് 2500 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്. യുപിയിലെ 7 ലക്ഷത്തിലധികം സുഹൃത്തുക്കൾക്ക് സ്വനിധി യോജന പ്രയോജനപ്പെട്ടു. ബാങ്കിംഗ് ചരിത്രത്തിൽ റെക്കോർഡിട്ടു അവർ. കൂടുതൽ ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുന്നു. സ്വനിധി പദ്ധതിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ആദ്യ 3 നഗരങ്ങളിൽ 2 നമ്മുടെ ഉത്തർപ്രദേശിൽ നിന്നുള്ളവയാണെന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. രാജ്യത്ത് ലക്നൗ 1-ാമതും കാൺപൂർ 2-ാം സ്ഥാനത്തുമാണ്. കൊറോണയുടെ ഈ സമയത്ത് ഇത് വലിയൊരു സഹായമാണ്. ഇതിനായി യോഗിയുടെ സർക്കാരിനെ ഞാൻ അഭിനന്ദിക്കുന്നു. इस बात की खुशी है कि स्वनिधि योजना का सबसे ज्यादा लाभ पहुंचाने वाले पूरे देश के टॉप 3 शहरों में 2 हमारे उत्तर प्रदेश के ही हैं. पूरे देश में नंबर 1 है लखनऊ और नंबर 2 पर है कानपुर. कोरोना के इस समय में ये बहुत बड़ी मदद है. मैं योगी जी की सरकार की इसके लिए बहुत सराहना करता हूं. साथियों, आज जब मैं हमारे रेहड़ी पटरी वाले साथियों द्वारा डिजिटल लेन देन की बात कर रहा हूं. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ തെരുവ് കച്ചവടക്കാരുടെ ഡിജിറ്റൽ ഇടപാടുകളെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ നേരത്തെ ഈ പദ്ധതികൾ പരിഹസിക്കപ്പെട്ടതിനെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു. വിദ്യാഭ്യാസമില്ലാത്ത ഈ ആളുകൾക്ക് എങ്ങനെ ഡിജിറ്റൽ ഇടപാടുകൾ നടത്താൻ കഴിയുമെന്ന് ചിലർ ചോദിച്ചു. എന്നാൽ സ്വനിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട വഴിയോര കച്ചവടക്കാർ ഇതുവരെ 7 കോടിയിലധികം ഡിജിറ്റൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവർ മൊത്ത കച്ചവടക്കാരിൽ നിന്നും ഏതെങ്കിലും സാധനം വാങ്ങുമ്പോൾ ഡിജിറ്റൽ പേയ്മെൻറ്റ് മാത്രമാണ് ചെയ്യുന്നത്. ഇന്ന് അത്തരം സുഹൃത്തുക്കൾ കാരണം ഡിജിറ്റൽ പേയ്മെൻറ്റുകളിൽ ഇന്ത്യ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുന്നു. കഴിഞ്ഞ 3 മാസങ്ങളിൽ, അതായത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ 6 ലക്ഷത്തിൽ അധികം കോടി രൂപയുടെ ഡിജിറ്റൽ ഇടപാടുകൾ എല്ലാ മാസവും നടന്നിട്ടുണ്ട്. ബാങ്കുകളിലേക്കുള്ള ആളുകളുടെ വരവും കുറയുന്നു. സാങ്കേതികവിദ്യ സ്വീകരിക്കുന്ന ഇന്ത്യയുടെ മാറ്റവും ശക്തിയുമാണ് ഇത് കാണിക്കുന്നത്. ये बदलते हुए भारत और टेक्नोलॉजी को अपनाते हुए भारत की ताकत को दिखाता है. साथियों, बीते वर्षों में भारत में ट्रैफिक की समस्या और प्रदूषण की चुनौती. സുഹൃത്തുക്കളെ, വർഷങ്ങളായി ഇന്ത്യയിലെ ട്രാഫിക് പ്രശ്നങ്ങളും മലിനീകരണ വെല്ലുവിളിയും ഒരു സമഗ്ര സമീപനത്തിലൂടെ പരിഹരിക്കപ്പെട്ടു. മെട്രോ ട്രെയിനും ഇതിൻ്റെ മികച്ച ഉദാഹരണമാണ്. ഇന്ന് ഇന്ത്യ മെട്രോ സേവനങ്ങൾ രാജ്യത്തെ പ്രധാന നഗരങ്ങളിലേക്ക് അതിവേഗം വ്യാപിപ്പിക്കുകയാണ്. 2014 മെട്രോ 250 കിലോമീറ്റർ താഴെ റൂട്ടിൽ മാത്രമാണ് ഓടിച്ചിരുന്നതെങ്കിൽ ഇന്ന് അത് ഏകദേശം 700 കിലോമീറ്ററാണ് ഓടുന്നത്. 1050 കിലോമീറ്ററിലാണ് മെട്രോ പണി പുരോഗമിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ ഇന്ന് എന്നെ അറിയിച്ചു. യുപിയിലെ 6 നഗരങ്ങളിലും മെട്രോ ശൃംഖല വികസിക്കുന്നു. 100-ലധികം നഗരങ്ങളിൽ ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്തുക എന്ന പദ്ധതിയോ അല്ലെങ്കിൽ ഉഡാൻ പദ്ധതിയോ എടുക്കുക. അവ നഗരവികസനത്തിനും ഊർജ്ജം നൽകുന്നു. 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യ ഇപ്പോൾ മൾട്ടി മോഡൽ കണക്ടിവിറ്റിയുടെ ശക്തിയിൽ മുന്നേറും. ഒരുക്കങ്ങൾ വളരെ വേഗത്തിൽ നടക്കുന്നു.
मोदी का भारत अब मल्टी मॉडल कनेक्टिविटी की ताकत के साथ आगे बढ़ेगा और इसकी भी तैयारी बहुत तेजी से चल रही है। और साथियों, शहरी इंफ्रास्ट्रक्चर के इन सारे प्रोजेक्ट का സുഹൃത്തുക്കളെ, മെട്രോ ജോലിയോ വീടുകളുടെ നിർമ്മാണമോ വൈദ്യുതിയും ജലവുമായി ബന്ധപ്പെട്ട ജോലികളോ ആകട്ടെ, നഗരങ്ങളിലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഈ നഗര അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ ഏറ്റവും വലിയ പോസിറ്റീവ് പ്രഭാവം. വിദഗ്ധർ അവയെ ഫോഴ്സ് മൾട്ടിപ്ലയർ ആയാണ് കണക്കാക്കുന്നത്. അതിനാൽ ഈ പദ്ധതികളുടെ വേഗത ഞങ്ങൾ നിലനിർത്തേണ്ടതുണ്ട്. हमें इन परियोजनाओं की गति को बनाए रखना है. भाई और बहनों, उत्तर प्रदेश में तो पूरे भारत की भारतीय संस्कृति की प्राणवायु समाई है. ये प्रभु श्री राम की भूमि है, श्री कृष्ण की भूमि है, भगवान बुद्ध की भूमि है. സഹോദരീ സഹോദരന്മാരെ, മുഴുവൻ ഇന്ത്യയുടെയും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും ജീവിതം ഉത്തർപ്രദേശിനെ വലയം ചെയ്തിരിക്കുന്നു. ഇത് ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ബുദ്ധൻ്റെയും ദേശമാണ്. യു പിയുടെ സമ്പന്നമായ പൈതൃകം പരിപോഷിപ്പിക്കുന്നതിന് നഗരങ്ങളെ നവീകരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് ഇപ്പോൾ യു പിയിലെ മാറ്റങ്ങൾ നന്നായി അറിയുന്നു. പണ്ട് രാഷ്ട്രീയക്കാർ ആഗ്രഹിക്കുന്ന മേഖലകളിൽ മാത്രമേ വൈദ്യുതി ലഭ്യമായിരുന്നുള്ളൂ. വൈദ്യുതി ഒരു സൗകര്യമല്ല, മറിച്ച് രാഷ്ട്രീയത്തിൻ്റെ ഒരു ഉപകരണമായിരുന്നു പണ്ട്. ഒരു ശുപാർശ ഉള്ളപ്പോൾ മാത്രമാണ് റോഡ് നിർമ്മിച്ചത്. ജലത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ എല്ലാവർക്കും എല്ലായിടത്തും ഒരുപോലെ വൈദ്യുതി ലഭ്യമാണ്. ഇപ്പോൾ പാവപ്പെട്ടവരുടെ വീടുകൾക്ക് പോലും വൈദ്യുതി ലഭിക്കുന്നു. ഗ്രാമപാതയ്ക്ക് ഒരു ശുപാർശയും ആവശ്യമില്ല. ചുരുക്കത്തിൽ, നഗരവികസനത്തിന് ആവശ്യമായ ഇച്ഛാശക്തി ഇന്ന് യു പിയിലുണ്ട്. ഇന്ന് ശിലാസ്ഥാപനം നടത്തിയ പദ്ധതികൾ യോഗിയുടെ നേതൃത്വത്തിൽ വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. ഒരിക്കൽ കൂടി വികസന പദ്ധതികളിൽ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ. ഒത്തിരി നന്ദി. शिलान्यास हुआ है, वो योगी जी के नेतृत्व में तेजी से पूरी की जाएगी. एक बार फिर आप सभी को विकास परियोजना की बहुत बहुत बधाई, बहुत बहुत धन्यवाद.